സോ എൻ്റെ പല ഡോക്ടർ ഫ്രണ്ട്സും അവരുടെ യങ്ങർ സിബ്ലിങ്സിനോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് കഷ്ടപ്പെട്ട് ഡോക്ടറായിട്ടൊരു കാര്യമില്ല, കാരണം ഇതിൽ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തൊരു പ്രൊഫഷനാണ്. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ജീവിതകാലം അവസാനം വരെ നൈറ്റ് ഡ്യൂട്ടി എടുക്കേണ്ടി വരും, അതിന് വേണ്ടിയിട്ട് ഈ പ്രൊഫഷൻ എടുക്കണമെന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കുമ്പോൾ തോന്നുന്നത് കുറച്ചും കൂടി ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള ഒരു പ്രൊഫഷനായിട്ടാണ് തോന്നാറ്. അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടോ, അതോ ഞങ്ങൾക്ക് പുറത്തുനിന്ന് നോക്കുന്നതുകൊണ്ട് മാത്രം തോന്നുകയാണോ അങ്ങനെ? തീർച്ചയായിട്ടും റെസ്പോൺസിബിലിറ്റീസ് നല്ലോണം ഉണ്ട്. നമുക്ക് ക്രിട്ടിക്കൽ ഡെഡ് ലൈൻസ് ഒക്കെ വരുന്ന സമയത്ത് മേ ബി 9 to 5 പുറമേ ആയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും, മേ ബി വീക്കെൻഡ്സിലിരുന്ന് വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ ഇതെല്ലാം വാരീസ് ടു ടീം ആൻഡ് കമ്പനീസ് ടു കമ്പനിയാണ്. ചില കമ്പനി നന്നായിട്ട് വർക്ക് ലൈഫ് ബാലൻസ് ഉള്ള കമ്പനികളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് കോവിഡ് നമുക്ക് ഒരുപാട് കമ്പനികൾ വർക്ക് ഫ്രം ഹോം പോളിസിയിലോട്ട് മാറിയിട്ടുണ്ട്. ചിലർ ഹൈബ്രിഡാണ്, ഒരു 2 ദിവസം ഓഫീസ് 3 ദിവസം വർക്ക് ഫ്രം ഹോം എന്നുള്ള രൂപത്തിൽ. ഇത് നമുക്ക് നല്ല വർക്ക് ലൈഫ് ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനും ഒക്കെ നമുക്ക് കൂടുതൽ സൗകര്യം ഇത് നൽകുന്നുണ്ട്. മാത്രമല്ല മറ്റു പ്രൊഫഷനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് 6 ദിവസം ഒരു വീക്കിൽ വർക്ക് ചെയ്യേണ്ടതില്ല. 5 ദിവസം വർക്ക് ചെയ്താൽ മതി, ലാസ്റ്റ് 2 ദിവസം നമുക്ക് വീക്കെൻഡ് ഫ്രീ ആയിട്ട് കിട്ടും. അത് നമുക്ക് കൂടുതൽ സമയം ഒരു കാര്യങ്ങൾ ചെയ്യാനും ട്രിപ്പ് പോകാനൊക്കെ പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു വർക്കൊന്നുമല്ല. ഇപ്പം മേ ബി നമുക്ക് പകൽ കിട്ടിയൊരു വർക്ക് മേ ബി നമുക്ക് പകൽ എന്തെങ്കിലും ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ രാത്രിയിലോട്ട് പോസ്റ്റ്പോൺ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1-2 ദിവസം ഒന്നും ഡിലേ ആക്കിയോണ്ടൊന്നും അത്ര വലിയ ക്രിട്ടിക്കൽ സമയം അല്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം. അപ്പോൾ ഇത് ഭയങ്കര ഒരു ഫ്ലെക്സിബിലിറ്റിയാണ്. ഇപ്പം നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ജോബൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ നമ്മൾ ആവശ്യം വരും. അത്രയുള്ള ഒരു ക്രിട്ടിക്കാലിറ്റി ഒന്നുമില്ല. ചില സമയങ്ങളിൽ ഉണ്ടാവും, അല്ലാതെ കൂടുതൽ സമയം നമുക്ക് ഈ ഫ്ലെക്സിബിലിറ്റി അവൈലബിൾ ഉണ്ട്.